നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 20 ബുധനാഴ്ചയാണ്. ഇന്നലെ ക്ലോസ് ചെയ്ത ഇന്ത്യൻ വിപണിയിലേക്ക് വരാം. തുടർച്ചയായ 2 സെഷനുകളിലും ഇൻട്രാഡേയിൽ 25,000 ടച്ച് ചെയ്തെങ്കിലും നിഫ്റ്റിക്ക് അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ തിരിച്ച് 25,000-ന് താഴെയായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് നിഫ്റ്റിയിൽ കൂടുതൽ സംഭാവന നൽകിയത്. മിഡ് ക്യാപ്പ് ഏകദേശം 1% ഉയരുകയുണ്ടായി. ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്ത് US മാർക്കറ്റുകളിലേക്ക്. ഈ ആഴ്ച അവസാനം നടക്കാനിരിക്കുന്ന ഫെഡറൽ റിസർവിന്റെ ജാക്സൺ ഹോൾ മീറ്റിംഗിന് മുന്നോടിയായി ഫെഡ് ചെയർമാൻ ജെറോം പൗലിന്റെ സ്പീച്ചിനായിട്ട് നിക്ഷേപകർ കാത്തിരിക്കുകയാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇന്നലെ ടെക് ഓഹരികളാണ് കൂടുതൽ നഷ്ടമുണ്ടാക്കിയത്. നാസ്ഡാക്കും S&P 500 ഇടിഞ്ഞു. കൂടുതൽ നഷ്ടമുണ്ടാക്കിയത് നാസ്ഡാക്ക് തന്നെയായിരുന്നു, ഏകദേശം 1.5% ഇടിഞ്ഞു. അടുത്തതായി US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ഇൻഫോസിസ് 1.19% നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. വിപ്രോ ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 0.57% ഇടിഞ്ഞപ്പോൾ HDFC ബാങ്ക് 0.78% ഇടിഞ്ഞത്. ഡോക്ടർ റെഡ്ഡി 0.39% ഇടിഞ്ഞു. ഇനി US നിന്നും ഇന്നാണ് ഫെഡറൽ റിസർവിന്റെ മീറ്റിംഗ് മിനിറ്റ്സ് പുറത്തു വരുന്നത്. ഇനി ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്ന യൂറോപ്യൻ മാർക്കറ്റുകളും പോസിറ്റീവിൽ തന്നെയാണുള്ളത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിലുള്ള മീറ്റിംഗിന് ശേഷം വീണ്ടും സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ വരുന്നതോടെ ഡിഫൻസ് ഓഹരികൾ അവിടെ നഷ്ടമുണ്ടാക്കി. 2.5% മുകളിലാണ് ഡിഫൻസ് ഓഹരികൾ യൂറോപ്യൻ വിപണിയിൽ ഇടിഞ്ഞത്. മറ്റ് അസറ്റ് ക്ലാസുകളിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ വീണ്ടും ഇടിഞ്ഞിരിക്കുകയാണ്. $1,13,000 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് 2.5% ഇടിവിലാണ് ബിറ്റ്കോയിൻ ഉള്ളത്. ഇനി സ്പോട്ട് ഗോൾഡിലേക്ക് വന്നാൽ 0.4% ഇടിവാണ് ഉണ്ടായത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 73,880 രൂപയാണ്. ഓയിൽ പ്രൈസുകൾ വീണ്ടും ഇടിയുകയുണ്ടായി. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് 1.22%, WTI 1%, ഇന്നലെ ഇടിഞ്ഞത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $66.17 പെർ ബാരൽ എന്ന നിലയിൽ 0.32% നേട്ടത്തിലാണ്. WTI ഉള്ളത് $62.16 പെർ ബാരൽ എന്ന നിലയിൽ 0.63% നേട്ടത്തിൽ ട്രേഡ് ചെയ്യും. ഇനി എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്ന സ്റ്റോക്കുകളുടെ വ്യൂസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നലെ തന്നെ നമ്മൾ കൊടുത്ത ധാരാളം എഡ്യൂക്കേഷൻ വ്യൂസിൻ്റെ അപ്ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ എസ്കോട്ട്സ് ഇൻട്രാഡേയിൽ തന്നെ 3.5% നേട്ടമുണ്ടാക്കിയിരുന്നു. കൂടാതെ ഡിജി സ്പേസ് കേവലം 2 ദിവസം കൊണ്ട് ഉയർന്നത് 27%. അങ്ങനെ ഒത്തിരിയേറെ സ്റ്റോക്കുകളാണ് നല്ല ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഓണം ഓഫറിൻ്റെ ഭാഗമായിട്ട് 3 മാസത്തേക്ക് 55% ഡിസ്കൗണ്ടോടുകൂടി 1,299 രൂപ മാത്രമാണ് ഫീസായിട്ട് വരുന്നത്. ഇനി ആരെങ്കിലും നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവുചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ഇന്ത്യയിലേക്കുള്ള അപൂർവ എർത്ത് വളങ്ങൾ, ടണൽ ബോറിംഗ് മെഷീനുകൾ എന്നിവയുടെ കയറ്റുമതിക്കുള്ള നിയന്ത്രണങ്ങൾ ചൈന ലഘൂകരിക്കുന്നു. കേന്ദ്രമന്ത്രി ജയശങ്കറും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ തുടർന്നാണ് ഈ തീരുമാനം. വിതരണക്ഷാമം നേരിടുന്ന ഇന്ത്യയിലെ ഇലക്ട്രോണിക് വാഹനങ്ങൾക്കും സെമി കണ്ടക്ടർ വ്യവസായങ്ങൾക്കും ഈ നീക്കം ഗുണം ചെയ്യും. അപൂർവ എർത്ത് മാഗ്നറ്റുകളിൽ ചൈന നേരത്തെ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ വിതരണ ശൃംഖലയെ തടസ്സപ്പെടുത്തി. ഇത് ഇന്ത്യൻ EV നിർമ്മാതാക്കളെ ബാധിച്ചു. ഏതായാലും ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ വളങ്ങളുടെ ക്ഷാമം പരിഹരിക്കാൻ ഇത് സഹായിക്കും. ഇനി നമുക്ക് പ്രത്യേകമായി ഫോക്കസ് ചെയ്യേണ്ടത് ഏതൊക്കെ സെക്ടറിലുള്ളതും ഏതൊക്കെ കമ്പനികൾക്കുമാണ് ഇത് ഗുണം ചെയ്യുക എന്ന് തന്നെയാണ്. റെയർ എർത്ത് അനുബന്ധ കയറ്റുമതി നിയന്ത്രണങ്ങൾ ചൈന ലഘൂകരിക്കുന്നതോടെ ഗുണം ചെയ്യാൻ സാധ്യതയുള്ളത് ഇലക്ട്രോണിക് വാഹന മേഖലയും സെമി കണ്ടക്ടർ മേഖലയും തന്നെയാണ്. കുറച്ച് കമ്പനികൾ പരിശോധിക്കുകയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ഒലക്ട്ര ഗ്രീൻ ടെക്, എക്സൈഡ് ഇൻഡസ്ട്രീസ്, അമർ രാജ ബാറ്ററീസ്, മദർസൺ സുമി വയറിംഗ്, സോന BLW തുടങ്ങിയ കമ്പനികൾക്ക് പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. സെമി കണ്ടക്ടർ മേഖലയിലെ കമ്പനികൾ നോക്കുകയാണെങ്കിൽ ടാറ്റ LXC, ഡിക്സോൺ ടെക്നോളജീസ്, സിർമ, മോസ്പിക് ടെക്നോളജീസ്, വേദാന്ത തുടങ്ങിയ കമ്പനികൾക്കും വളം ഗുണഭോക്താക്കളാവാൻ സാധ്യതയുള്ളത് ചെമ്പൽ ഫെർട്ടിലൈസേഴ്സ്, RCF, NFL തുടങ്ങിയ കമ്പനികൾക്കും ആവാൻ സാധ്യത. കൂടി പറയാം, ഈ കമ്പനികളുടെ പേരൊന്നും ഒരു റെക്കമെൻഡേഷൻ അല്ല. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കമ്പനികളുടെ പേര് പറഞ്ഞു എന്ന് മാത്രം. ഈ കാര്യങ്ങളെല്ലാം ഇവിടെ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ്. അടുത്തതായി ഇന്ന് ശ്രദ്ധിക്കേണ്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം CCL പ്രൊഡക്ട്സ്. കമ്പനി മുണ്ടോക്ക റിന്യൂവബിൾസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ 26% ഓഹരികൾ 9.57 കോടി രൂപയ്ക്ക് വാങ്ങും. മറ്റൊരു കമ്പനി റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. കമ്പനി അതിൻ്റെ US ആസ്ഥാനമായുള്ള യൂണിറ്റായ റിലയൻസ് ന്യൂകോം LLC അടച്ചുപൂട്ടുന്നു. ഇത് ഫിനാൻഷ്യൽ ഇയർ 2025 വിറ്റുവരവിലോ അറ്റാദായത്തിലോ യാതൊരു സംഭാവനയും നൽകിയിട്ടില്ലാത്ത കാരണത്താലാണ് ഓഗസ്റ്റ് 18 മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. മറ്റൊരു കമ്പനി ഹീറോ മോട്ടോകോപ്പാണ്.
ആധുനിക ഡിസൈൻ, പുതിയ സാങ്കേതികവിദ്യ, മികച്ച പ്രകടനം എന്നിവയുടെ പുതിയ ഒരു ഗ്ലാമർ X125 കൂടി, പുതിയ മോഡൽ കൂടി ഹീറോ മോട്ടോകോപ്പ് പുറത്തിറക്കിയിരിക്കുന്നു. ഇനി റിസൾട്ട് വന്ന 1-2 കമ്പനികൾ നോക്കാം. ആദിത്യ ഇൻഫോടെക് എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 46.1% വർധനവാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. 32.9 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 16.4% വർധനവ് രേഖപ്പെടുത്തി 740 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് GNG ഇലക്ട്രോണിക്സ് എന്ന കമ്പനി. നെറ്റ് പ്രോഫിറ്റിൽ 52.4% വർധനവ് രേഖപ്പെടുത്തി 18.5 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത് ഇയർ ഓൺ ഇയറിൽ. റവന്യൂവിലും 22.3% വർധനവാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. നല്ലൊരു റിസൾട്ട് തന്നെയാണ്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ RBL ബാങ്ക്, ടിറ്റാഗ്ര റെയിൽ സിസ്റ്റംസ് തുടങ്ങിയവയാണ്. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൂടി പറയാനുള്ളത്, സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. പുതിയ ബാച്ച് 21-ാം തീയതി, അതായത് ഓഗസ്റ്റ് 21-ാം തീയതിയാണ് ആരംഭിക്കുന്നത്, ഈ ആഴ്ച അവസാനം. ഈ കോഴ്സിൽ നമ്മൾ ട്രേഡിംഗ് വ്യൂവിനെ കുറിച്ച്, ടെക്നിക്കൽ അനാലിസിസ്, ഫണ്ടമെന്റൽ അനാലിസിസ്, ട്രേഡിംഗ് വ്യൂവിൽ നമ്മൾ ഉപയോഗിക്കേണ്ട വിവിധതരം ടൂളുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് ഈ കോഴ്സ് കടന്നു പോകുന്നത്. പെട്ടെന്ന് തന്നെ എല്ലാവരും നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIS 640 കോടി രൂപയ്ക്കാണ് ഇന്നലെ സെല്ല് ചെയ്തത്. DIS ആവട്ടെ 2151 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. തിങ്കളാഴ്ച FIS ക്യാഷ് മാർക്കറ്റിൽ ബൈ ചെയ്തെങ്കിലും ഇന്നലെ സെല്ലിംഗ് തന്നെയായിരുന്നു. ഏഷ്യൻ വിപണിയിലേക്ക് ചൈനയുടെ വ്യാപാര ഡാറ്റയ്ക്ക് ശേഷം ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം ഇടിവിൽ തന്നെയാണ്. ജപ്പാൻ മാർക്കറ്റ് 1.66% ഇടിവിൽ. സിംഗപ്പൂർ മാർക്കറ്റ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ട്രേഡ് ചെയ്യുന്നു. ഹോങ്കോങ് മാർക്കറ്റ് 0.21% ഇടിവിൽ. തായ്വാൻ മാർക്കറ്റ് 1.43% ഇടിവിൽ. കോസ്പി മാർക്കറ്റ് 2% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 24,965-ൽ 46 പോയിന്റ്സ് ഇടിഞ്ഞാണ്. ഇപ്പോൾ സമയം 7 മണിയാണ്. ഇപ്പോഴത്തെ ഈ നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 60 പോയിന്റ്സിലേറെ വരുന്ന ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട നിഫ്റ്റിയിലേക്കും ബാങ്ക് നിഫ്റ്റിയിലേക്കുമാണ്. ഇന്നലെ 24,981-ൽ 104 പോയിന്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നലത്തെ ക്യാൻഡിൽ ഒരു ഇൻസൈഡർ ബാർ ക്യാൻഡിലായിരുന്നു. വ്യക്തമായിട്ടുള്ള ഒരു ഡയറക്ഷൻ ഇന്നലത്തെ ക്യാൻഡിലും കാണിച്ചു തന്നിട്ടില്ല. പക്ഷേ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത്, നിഫ്റ്റി പ്രധാനപ്പെട്ട 20 ഡേ 50 ഡേ EMAകൾക്ക് മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണത്. ഒരു ഇമീഡിയറ്റ് സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,850-ഉം അതിനുശേഷം 24,700 എന്ന ലെവൽ തന്നെയാണ്. ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തിങ്കളാഴ്ചത്തെ ലോ ബ്രേക്ക് ചെയ്യുന്നില്ലല്ലോ എന്ന് തന്നെയാണ്. ആ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമ്മൾ ഡൗൺ സൈഡിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. ഇനി ഒരുപക്ഷെ ഡൗൺ സൈഡിലെ പ്രധാനപ്പെട്ട നമ്മുടെ സോണിൻ്റെ ലോവർ എൻഡൊക്കെ ടച്ച് ചെയ്യാനുള്ള സാധ്യതകളും ഒരുപക്ഷെ ഉണ്ടായിരിക്കും. തിങ്കളാഴ്ചത്തെ ലോ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ അപ്സൈഡിലേക്ക് പോകാനുള്ള സാധ്യതകളുമുണ്ട്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 24,950 സ്ട്രൈക്കിൽ 210% വർധനവ് പുട്ട് സൈഡിൽ കാണാം, ലോങ് ബിൽഡപ്പ് ആണ്. എന്നാൽ കോൾ സൈഡിൽ 21% ഇടിവാണ് കാണുന്നത്, ഒരു ഷോർട്ട് കവറിംഗ് ആണ് അവിടെയുള്ളത്. 24,900 സ്ട്രൈക്കിൽ 115% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 26% ഇടിവ്, ഒരു ഷോർട്ട് കവറിംഗ് ആണ് പിന്നെയും കാണുന്നത്. 25,000 സ്ട്രൈക്കിൽ 142% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് ആണ്. കോൾ സൈഡിൽ 17% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് തന്നെയാണ് നല്ല ശക്തിയോടെ നിൽക്കുന്നത് എന്ന് തന്നെയാണ് കാണുന്നത്. അടുത്തതായി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,900-ഉമാണ്. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിലേക്ക് 55,865-ൽ 130 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 56,120 എന്ന ഒരു ലെവലിന് മുകളിലായിട്ട് കംഫർട്ടബിൾ ആയിട്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇനി മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, പ്രധാനപ്പെട്ട എല്ലാ കീ മൂവിംഗ് ആവറേജുകൾക്കും താഴെയായിട്ടാണ് ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. അതും നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ബാങ്ക് നിഫ്റ്റിയിൽ ഡൗൺ സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡൗൺ സൈഡിലെ ആ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈനാണ്. ഇനി അപ്സൈഡിൽ നമുക്ക് 56,120 പ്രധാനപ്പെട്ട ഒരു ലെവലാവാനും സാധ്യതയുണ്ട്. ഏതായാലും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു കീ സപ്പോർട്ട് ഏരിയ ആവാൻ സാധ്യതയുള്ളത് 54,800 മുതൽ 55,000 വരെയുള്ള ആ ഒരു ഏരിയ തന്നെയാണ്. 100 ഡേ EMAയും ഈ ഒരു ലെവലിൽ തന്നെയാണുള്ളത്. ഇന്ന് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനി 3 മാസത്തേക്ക് വെറും 1,299 രൂപയ്ക്ക്, അതും 55% ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് മുകളിലെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓണം കളറാക്കാം, ഒപ്പം തന്നെ നമ്മുടെ ട്രേഡിങ്ങും ഒന്ന് കളറാക്കാൻ കഴിയും. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിട്ടുള്ളത്.
ഇന്നിവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.